ഷാജി, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ തദ്ദേശ വോട്ടൊക്കെ എവിടം വരെയായി? എങ്ങനെയാണ് പ്രചരണ പരിപാടികളൊക്കെ മുന്നോട്ട് പോകുന്നത്? മുന്നണി ക്യാമ്പുകളിലെ ആത്മവിശ്വാസം എന്താണ്? പ്രധാനമായും ഉയർന്നു വന്ന ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? അതിനുള്ള മറുപടികൾ എങ്ങനെയൊക്കെയായിരുന്നു? എന്താണ് അവിടെ കളം നിറഞ്ഞു നിൽക്കുന്നത് ഷാജി? തീർച്ചയായിട്ടും മനു, നമുക്കറിയാം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം പഞ്ചായത്തുകളാണെങ്കിലും മുനിസിപ്പാലിറ്റികളാണെങ്കിലും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളാണെങ്കിലും ഒക്കെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. ഏതാണ്ട് നഗരസഭയിൽ മാത്രമാണ് 3-3 ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത്. ബാക്കി എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് 72 മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്തുകളിൽ ഏതാണ്ട് 50 എണ്ണവും LDFിൻ്റെ കയ്യിലാണ്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൽ 23-ൽ 21 LDFിൻ്റെ കയ്യിലാണ്. അങ്ങനെ പൊതുവെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് LDFിൻ്റെ പ്രചരണവും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആലപ്പുഴ നഗരസഭയിൽ, ആലപ്പുഴ നമുക്കറിയാം മുപ്പാലമൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്ന സിവിൽ സ്റ്റേഷൻ വാർഡിലെ സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത്. വളരെ ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുമൊക്കെ തന്നെ വീട് കയറുന്ന പരിപാടിയിലേക്ക് പോകാണ്. ഏറ്റവും ഒടുവിലായിട്ട് നമുക്കറിയാം, അനുസരിക്കാം, ഒരു മിനിറ്റ്, സ്ഥാനാർത്ഥി ഒരു മിനിറ്റ്. എങ്ങനെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം മണിക്കൂറുകൾ മാത്രം, ശബ്ദപ്രചരണമൊക്കെ സമാപിച്ചു വരികയാണ്. എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയുണ്ട് പൊതുവെ ഈ വാർഡിൽ ഞാൻ ഇറങ്ങിയതിന് ശേഷം എനിക്ക് വളരെ അനുകൂലമായ ഒരു സമീപനമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നഗരസഭാ ഭരണത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒട്ടനവധി പദ്ധതികളും എല്ലാം ആവിഷ്കരിക്കുകയുണ്ടായി. അതുകൂടാതെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിലവിൽ കൗൺസിലറായിട്ടുള്ള വലിയമനം വാർഡിലെ ജനങ്ങൾക്ക് ആ പ്രദേശത്തെ വികസന പ്രവർത്തനത്തിനെല്ലാം തന്നെ വളരെ 100%, 99-100% തന്നെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു, വാർഡിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു പ്രചരണം എനിക്ക് ഈ വാർഡിൽ, സിവിൽ സ്റ്റേഷൻ വാർഡിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അറിയാതെ തന്നെ അവിടുത്തെ ജനങ്ങൾ ഇവിടെ വന്ന് പറയുകയുണ്ടായി. ജനങ്ങളോട് അത് ആശയവിനിമയം നടത്തി അത് അറിയിക്കുകയും ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ഓരോ വോട്ടർമാരെയും സമീപിക്കുമ്പോൾ അവരിങ്ങോട്ട് പൊതുവെ ഈ സർക്കാരിൻ്റെ വികസനങ്ങൾ എങ്ങനെയാണ്? നഗരസഭയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം മൊത്തത്തിൽ ജനങ്ങൾക്ക് ഭയങ്കര വിശ്വാസത വന്നിരിക്കുന്ന ഒരു ഘട്ടമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പെൻഷൻ വർദ്ധിപ്പിച്ചത് 1600 2000 രൂപയാക്കി. പിന്നെ 2 വിവാഹ കാർഡുകളുള്ളവർക്ക് 1000 രൂപ, സ്ത്രീകൾക്ക് 35 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് 1000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. അത് നടപ്പിലാക്കാൻ പോയപ്പോൾ തന്നെ അതിന് UDF പാരവയ്ക്കുന്ന സമീപനം അടുത്തുള്ള ഇലക്ഷൻ കമ്മിറ്റി പരാതി കൊടുക്കുകയുണ്ടായി. അത് ഈ ഗവൺമെൻറ് വീണ്ടും നടപ്പാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ പദ്ധതികൾ, പെൻഷൻ പദ്ധതി ഉൾപ്പെടെ പദ്ധതികൾ നടപ്പാക്കും. അതെല്ലാം ജനങ്ങൾ ഇരു കൈയും നീട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ കാണാൻ കഴിയും. പുറകിൽ നിന്ന്, ഇതിപ്പോൾ സ്ഥാനാർത്ഥിയാണ്, പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന നിങ്ങളെങ്ങനെയാണ് ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുമ്പോൾ? നമുക്ക് വലിയ പോസിറ്റീവ് എനർജിയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് നമ്മളെ സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. വളരെ ആവേശമുണ്ടാക്കുന്ന ഒരു സ്വീകാര്യത ജനങ്ങളിൽ നിന്നുണ്ട്. ഇപ്പം നമുക്ക് പൊതുവേ നഗരസഭ, നിങ്ങളിപ്പോൾ കേന്ദ്രീകരിക്കുന്ന നഗരസഭയാണ്, ഈ എല്ലാ വാർഡുകളിലും നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ വാർഡിലും പൊതുവെ വലിയൊരു ഭൂരിപക്ഷത്തിൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വരുന്ന ഒരു പ്രതീതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും മനു, ഇപ്പോൾ തന്നെ കാണാം രാവിലെ ഏതാണ്ട് അവർ പ്രചരണത്തിലാണ്. ഒട്ടനവധി പ്രവർത്തകരോടൊപ്പമാണ് നമ്മുടെ സ്ഥാനാർത്ഥി ഇപ്പോൾ രാവിലെ ഇറങ്ങിയിരിക്കുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ്, അതിനുശേഷം നിശബ്ദ പ്രചരണമാണ്. ഇനിയിപ്പോൾ എന്തായാലും പോളിംഗ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നതിന് മുമ്പുള്ള അവസാന വട്ടം തങ്ങളുടെ വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ ജില്ലയിലെ മൊത്തത്തിലുള്ള പ്രവർത്തകരും.